ഹായ്, ഐ ആം മൻസൂർ മാട്ടിൽ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഇംഗ്ലീഷാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ പ്രയോഗമാണ് പഠിക്കാൻ പോകുന്നത്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമുക്കറിയാം എന്താണെന്നല്ലേ. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്താണ്, നമുക്ക് കണ്ടു കഴിഞ്ഞു. പിന്നെ പ്രത്യേകമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുക, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു യൂസേജ്, കുറേ യൂസേജുകളുണ്ട്. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സുകളാണ് തരിക. ബാക്കി നിങ്ങളെന്താണ് റെഫറൻസും കാര്യങ്ങളൊക്കെ നടത്തുക. പക്ഷേ നമ്മൾ ചോദ്യങ്ങൾ എല്ലാ രൂപത്തിലും തരും, എല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ബിഫോർ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രീൻ്റെ കൂടെ ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ് അല്ലേ. അപ്പോൾ ബിഗ്ഗസ്റ്റ് എന്നുള്ളതിൻ്റെ ബാക്കിൽ നമ്മളെന്താണ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ബിഗ്ഗസ്റ്റ് എന്നുള്ളതിൻ്റെ അല്ലേ. എലഫൻറ്റ് ഈസ് ദി ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ് അല്ലേ. എലഫൻറ്റ് ഈസ് ദി ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ് അല്ലേ. അതുപോലെ തന്നെ എന്താണ് ദി ബെസ്റ്റ് അല്ലേ. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, ദി ബെസ്റ്റ്. അതുപോലെ തന്നെ ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ദി മോസ്റ്റ് യൂസ്ഫുൾ, ദി മോസ്റ്റ് ഇൻ്റലിജൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തത് എന്താണ് ബിഫോർ യുണീക്ക് ഒബ്ജക്ട്സ്, അതായത് ഒറ്റപ്പെട്ട വസ്തുക്കൾ. അത് തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ദി സണ്ണ്, ദി മൂണ്, ദി ജൂപ്പിറ്റർ, ദി സോളാർ സിസ്റ്റം. ദി മൻസൂർ എന്ന് പറയില്ല, കാരണം മൻസൂർ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ നോക്കാൻ ഉദാഹരണം, ഡാഷ് ജൂപ്പിറ്റർ ഈസ് ഡാഷ് ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ഡാഷ് സോളാർ സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ് ദി ജൂപ്പിറ്റർ അല്ലേ ഈസ് ദി ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം അല്ലേ. അതാണ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ യുണീക്ക് ഒബ്ജക്ട്സ്, ഒറ്റപ്പെട്ട വസ്തുക്കൾ, അതൊക്കെയാണ്. അപ്പോൾ ദി മെർക്കുറി, ദി വീനസ് അല്ലേ, പിന്നെ ദി മാർസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ. ദി സിറിയസ്, അതുപോലെ തന്നെ ദി സിറസ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. പിന്നെ തേർഡ് വൺ ബിഫോർ ഇമ്പോർട്ടൻ്റ് വർക്ക്സ്, പ്രധാനപ്പെട്ട കൃതികളുടെ മുന്നിൽ. ബുക്ക് ഇമ്പോർട്ടൻ്റ് വർക്ക്സ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ വർക്ക്സ് ഓഫ് ഷേക്സ്പിയറുടെ കൃതികൾ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ വർക്ക്സ്. ദി രാമായണ, ദി ഖുർആൻ, ദി ബൈബിള് അല്ലേ. അതുപോലെ തന്നെ ഇത് മാത്രം വായിച്ചാൽ ബോറടിക്കും. അപ്പോൾ എന്താണ് ദി മെർച്ചൻ്റ് ഓഫ് വെനീസ്, ദി മാക്ബത്ത്, ദി ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് അല്ലേ. അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം. അപ്പോൾ നോക്കിയൊരു ഉദാഹരണം, ഡാഷ് രാമായണ ഈസ് ഡാഷ് ഓൾഡസ്റ്റ് എപ്പിക് ഇൻ ഡാഷ് വേൾഡ്. അപ്പോൾ ദി രാമായണ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ദി രാമായണ ഈസ് ദി ഓൾഡസ്റ്റ്, അപ്പോൾ ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. പിന്നെ ഇൻ ദി വേൾഡ്, ഇതെന്താണ് യുണീക്ക് ഒബ്ജക്റ്റാണ് അല്ലേ. അപ്പോൾ ഇതാണെന്നാണ് 3 സ്ഥലത്തും വരിക. ഇനി നോക്കാം, നമ്മളിവിടെ രാമായണവും ഖുറാനും ബൈബിളും അതുപോലെ തന്നെ എന്താണ് രാമായണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട മതവിഭാഗങ്ങൾ അല്ലേ. പിന്നെ നോക്കുക പറയുന്നത് സെൻ്റെ അവസ്ഥ, പാർസിയുടെ വേദഗ്രന്ഥമാണ്. അപ്പോൾ ദി സെൻ്റെ അവസ്ഥ എന്നാണ് പറയാം. പിന്നെ ത്രിപീഡിക എന്ന് പറഞ്ഞാൽ എന്താണ് ബുദ്ധിസ്റ്റുകളുടെ വേദഗ്രന്ഥമാണ് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ പണം പാത്തേക്കണ മാതിരി മുസാഫിൽ പണം ഇവർ സൂക്ഷിച്ച് വെക്കുന്ന മാതിരി ഇവരൊക്കെ പണം സൂക്ഷിച്ച് വെക്കൽ ഏതിലാണ്, ഇതിലൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ത്രിപീഡിക. പിന്നെ ഗ്രന്ഥ സാഹിബ്, എന്താ പറയുക, ഗ്രന്ഥ സാഹിബ് സിക്കാരുടെ വേദഗ്രന്ഥമാണ് ഗ്രന്ഥ സാഹിബ്. പിന്നെ തോറ, ജ്യൂസിൻ്റെ തൗറാത്ത് എന്ന് പറയുമ്പോൾ അല്ലേ തോറ. അപ്പോൾ അതിൻ്റെ വേക്കുകൾ ഇതാന്നില്ലാണ് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ പിന്നെ നോക്കുകയാണ് അടുത്ത കേസ് ബിഫോർ ഓർഡിനൽ നമ്പേഴ്സ് എന്നാണ്. ഇപ്പോൾ 2 തരം നമ്പറുകളാണ് ഉള്ളത്, ഓർഡിനലും കേർഡിനലും. അപ്പോൾ ഓർഡിനൽ നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ് 1, 2, 3 എന്ന കേർഡിനലാണ്. ഇതെന്താണ് ഓർഡിനൽ. ദി ഫസ്റ്റ്, ദി സെക്കൻഡ്, ദി തേർഡ്, ദി 21st, ദി 10th, ദി 5th, അങ്ങനെ ഏതും ആ ഓർഡിനൽ നമ്പേഴ്സ് ഏതിന് നമ്മളെന്താണ് നമ്മൾ എന്താ ഉപയോഗിക്കുക, ഇതാന്നില്ലാണ് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ പിന്നെ മിസ്റ്റർ നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണെന്നില്ല നമുക്ക് ചോദിക്കണം. അതെങ്ങനെയാണ് ചോദിക്കാം, ഒന്ന് ആലോചിച്ച് നോക്കൂ. മിസ്റ്റർ നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാകുന്നു അല്ലേ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റ് ആകുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ചോദിക്കുന്നത് നോക്കാം, വാട്ട് ഈസ് the
ordinal status of Mr. Narendra Modi as PM of India. What is the ordinary status of Mr. Narendra Modi as the PM of India? As the PM. What is the ordinary status of Mr. Narendra Modi as the PM of India? But what is the ordinary status of Mr. Donald Trump as the President of America? But what is the ordinary status of you in the family? കുടുംബത്തിൽ നിങ്ങൾ എത്രാമത്തെ ആളാണെന്നുള്ളത് നോക്കുക. അപ്പോൾ ദി ഫസ്റ്റ് എന്നോ അല്ലെങ്കിൽ ദി സെക്കൻഡ് എന്നോ ദി തേർഡ് എന്നോ അല്ലെങ്കിൽ ദി ഫോർത്ത് എന്നുള്ളതൊക്കെ വരും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെന്താണ് പിന്നെ കണ്ടു കഴിഞ്ഞു. ഫിഫ്ത്ത് വൺ, ബിഫോർ ദി നെയിംസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ദ ഹിന്ദു, ദി ഇന്ത്യൻ എക്സ്പ്രസ്, ദി ടൈംസ് ഓഫ് ഇന്ത്യ, ദി പീപ്പിൾസ് ഡെയിലി, ദി ഡോൺ, ദി മുസ്ലിം, ദി മലയാള മനോരമ, ദി മാതൃഭൂമി എക്സെട്ര. അപ്പോൾ നോക്കാം, പത്രങ്ങളുടെ മുമ്പിൽ എന്താണ് നമ്മൾ ഇതാന്നില്ലാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഡാഷ് ടൈംസ് ഓഫ് ഇന്ത്യ is dash most circulating newspaper in India. Day Times of India is dash most circulating newspaper in India. Okay. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ദി ടൈംസ് ഓഫ് ഇന്ത്യ ഈസ് ദി മോസ്റ്റ് സർക്കുലേറ്റിംഗ്. ഓക്കെ, ദെൻ സിക്സ്ത് വൺ. അപ്പോൾ അതിന് മുമ്പ് പറയുന്നത് പീപ്പിൾസ് ഡെയിലി. ഇത് നമുക്ക് GK ചോദിക്കാറുണ്ട്, ഓരോ പത്രങ്ങൾ എവിടുന്നാണ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ പീപ്പിൾസ് ഡെയിലി ചൈനയിൽ നിന്നാണ്. ദി ഡോണും ദി മുസ്ലിം എന്നുള്ളത് എന്താണ്? പാകിസ്ഥാനിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് കേട്ടോ. പ്രാവുദ റഷ്യയിൽ നിന്ന്, അങ്ങനത്തെ ഓരോ പത്രങ്ങൾ എന്താണ് നോക്കണം നമ്മൾ കേട്ടോ. അപ്പോൾ അത് GK ചോദിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അടുത്തത് ബിഫോർ ഷിപ്സ്, ദി ടൈറ്റാനിക്, ദി കാർപാത്തിയൻ, ദി INS കുഞ്ഞാലിമരക്കാർ, ദി INS വിക്രാന്ത് എക്സെട്ര. അപ്പോൾ കപ്പലുകൾക്ക് മുന്നിലൊക്കെ എന്താണ് അല്ലേ? ഡാഷ് ടൈറ്റാനിക് വാസ് ഡാഷ് സ്ട്രോങ്ങസ്റ്റ് ഷിപ്പ് എവർ ബിൽറ്റ്. അപ്പോൾ ദി ടൈറ്റാനിക് വാസ് ദി സ്ട്രോങ്ങസ്റ്റ് ഷിപ്പ് എവർ ബിൽറ്റ്. ഓക്കെ, ബിഫോർ പൊസിഷൻസ്, ദി പ്രസിഡൻറ്റ്, ദി PM, ദി സ്പീക്കർ, ദി വൈസ് ചാൻസലർ, ദി ചെയർമാൻ എക്സെട്ര. ഡാഷ് പ്രസിഡൻറ്റ് ഈസ് ഡാഷ് ഹയസ്റ്റ് പൊസിഷൻ ഇന്ത്യ. അപ്പോൾ ദി പ്രസിഡൻറ്റ് ഈസ് ദി ഹയസ്റ്റ് പൊസിഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ബിഫോർ പൊസിഷൻസ്. ബിഫോർ ഡെസേർട്സ്, മരുഭൂമികളുടെ മുമ്പിൽ, ദി സഹാറ, ദി ഗോബി, ദി താറ്, ദി കലഹാരി അല്ലേ. സഹാറ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തണുത്ത മരുഭൂമിയാണ് എന്ത്? കോൾഡ് ഡെസർട്ടാണ് ഗോബി. പിന്നെ താറ് ഇന്ത്യയിലെ മരുഭൂമിയാണ്. അതിൻ്റെ ഭാഗമാണ് ചോലിസ്ഥാൻ, പാകിസ്ഥാനിലെ മരുഭൂമിൻ്റെ പേരാണ്. താറിൻ്റെ ഭാഗം തന്നെയായിരുന്നു പണ്ട്. പിന്നെ കലഹാരിയിലാണ്, ആഫ്രിക്കയിലെ കലഹാരിയിലാണ് ബുഷ്മൻ എന്ന് പറഞ്ഞ പിന്നെ പ്രത്യേക വിഭാഗങ്ങൾ അധിവസിക്കുന്ന മരുഭൂമിയാണ് എന്ത്? ദി കലഹാരി എന്ന് പറഞ്ഞത്. നോക്കാൻ ഞാൻ ഇവിടുത്തെ ക്വസ്റ്റ്യന്, ഡാഷ് സഹാറ ഈസ് ഡാഷ് ലാർജസ്റ്റ് ഡെസേർട്ട് ഇൻ ഡാഷ് വേൾഡ്. അപ്പോൾ ദി സഹാറ ഈസ് ദി ലാർജസ്റ്റ് ഡെസേർട്ട് ഇൻ ദ വേൾഡ് കേട്ടോ. പിന്നെ ഡാഷ് ഗോബി ഈസ് ഡാഷ് കോൾഡസ്റ്റ് ഡെസേർട്ട് ഇൻ ദി വേൾഡ്. അപ്പോൾ ദ ഗോബി ഈസ് ദി കോൾഡസ്റ്റ് ഡെസേർട്ട് ഇൻ ദി വേൾഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ,
9th വണ് ബിഫോർ മൗണ്ടൻ റേഞ്ചസ്. നമ്മൾ കണ്ടു മലനിരകൾ അല്ലേ, മൗണ്ടൻ റേഞ്ചസ് കേട്ടോ. അതിന് മുമ്പിൽ എന്താണ് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്. ദ ഹിമാലയാസ്, ദി ആൻഡീസ്, ദി റോക്കീസ്, ദി ആൽപ്സ്, ദി വെസ്റ്റേൺ ഗാർഡ്സ്, ദി ഈസ്റ്റേൺ ഗാർഡ്സ്, ദ നീലഗിരീസ് അല്ലേ, അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇതാണ് വെസ്റ്റേൺ ഗാർഡ്സ്, ചെറിയ ജോഗ്രഫിയാണ് കേട്ടോ. ഇത് ഈസ്റ്റേൺ ഗാർഡ്സ്, ഇത് രണ്ട് കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് നീലഗിരീസ് തരുന്നത്. അപ്പോൾ അതിന് ചോദ്യം ഉണ്ടാവും, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂട്ടിമുട്ടുന്ന സ്ഥലം നീലഗിരീസ്. ഇത് ഹിമാലയാസ്, ഇത് വിന്ധ്യ ശതപുര എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ ലൊക്കേഷനാണത്. അപ്പോൾ ഇനി നമുക്ക് അതിൽ ചോദ്യം നോക്കാം. ഡാഷ് ഹിമാലയാസ് അല്ലേ, ഡാഷ് ഹിമാലയാസ് ഈസ് ഡാഷ് ലാർജസ്റ്റ് മൗണ്ടൻ റേഞ്ചസ് ഇൻ ഇന്ത്യ ഇൻ ഡാഷ് വേൾഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദി ഹിമാലയാസ് ഈസ് ദി ലാർജസ്റ്റ് മൗണ്ടൻ റേഞ്ചസ് ഇൻ ദി വേൾഡ്. ഓക്കെ, ഇൻ ദി വേൾഡ്. ഇനി ഇങ്ങനെ ചോദ്യം കിട്ടി വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ഒന്ന് വിചാരിക്കാം, ഈ ക്ലൈംബിൾ ഡാഷ് മൗണ്ട് എവറസ്റ്റ്. അപ്പോൾ ഇതിൽ നോക്കാം എന്താ വരിക ഉത്തരം. മൗണ്ട് എവറസ്റ്റ് എന്താ ഉത്തരം വരിക? ഇതാണുള്ളതല്ലേ, ഇതാണോ? അപ്പോൾ നോക്കാം, മൗണ്ട് എവറസ്റ്റ് എന്നാണ്, ഇത് സിംഗിൾ മൗണ്ടനാണ്. അപ്പോൾ സിംഗിൾ മൗണ്ടനെ ആവുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ അതിൻ്റെ ബാക്കിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഉത്തരം ഡി ആണ്, നോ ആർട്ടിക്കിൾ റിക്വയർഡ്. അപ്പോൾ നമ്മളെന്താണ്, മൗണ്ട് കാഞ്ചൻജംഗ, മൗണ്ട് ധവളഗിരി, മൗണ്ട് K2 ഇതൊക്കെ പറയുന്നതിൻ്റെ അല്ലേ. അതുപോലെ തന്നെ ആനമുടി, എൻ്റെ ഒന്നും ബാക്കിൽ ഇതാന്നുള്ളത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. മൗണ്ടൻ റേഞ്ചസിൻ്റെ ബാക്കിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ബിഫോർ റിവേഴ്സ്, സീസ്, ഗൾഫ്സ്, ബേസ് ആൻഡ് ഓഷ്യൻസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നോക്കുക, ഉദാഹരണങ്ങളാണ് ദി ഗംഗ, ദി തേംസ്, ദി ആമസോൺ, ദി നൈല്. ഓക്കെ, പിന്നെ അപ്പോൾ ദി അറേബ്യൻ സീ, ദി ബേ ഓഫ് ബംഗാൾ, ദി ഗൾഫ് ഓഫ് മെക്സിക്കോ, ദി പസഫിക് ഓഷ്യൻ, ദി അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ദി ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ നോക്കുക, ഡാഷ് സിന്ധു സ്പ്രിങ്സ് ഫ്രം ഡാഷ് ഹിമാലയാസ് ആൻഡ് ഫ്ലോസ് ഇൻ ടു ഡാഷ് അറേബ്യൻ സീ. അപ്പോൾ ഇവിടെ എന്താണ് സിന്ധു എന്നുള്ളതിന് ദാ എന്നാണ് വരിക അല്ലേ. ദ സിന്ധു സ്പ്രിങ്സ് ഫ്രം ദി ഹിമാലയാസ് ആൻഡ് ഫ്ലോസ് ഇൻ ടു ദി അറേബ്യൻ സീ. അപ്പോൾ മുകളിൽ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങളിൽ രണ്ടിനും ഉള്ള ഒരു പിന്നെ എക്സസൈസാണത്. ഓക്കെ, അപ്പോൾ അതും ക്ലിയറായി. ഇനി അടുത്തത് നോക്കാം, ഇതിൽ ലാസ്റ്റ് വണ്ണാണ് അല്ലേ, ലാസ്റ്റ് വണ്ണാണ്. ബിഫോർ ദ തിങ്സ് ദാറ്റ് ആൾറെഡി മെൻഷൻഡ് എന്നാണ്. അതായത് ഒരിക്കൽ പ്രതിപാദിച്ച കാര്യം വീണ്ടും പ്രതിപാദിക്കുമ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിക്കുക. ഇപ്പോൾ നോക്കുക, മൈ മദർ ടോൾഡ് മീ ഡാഷ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എബൌട്ട് ഡാഷ് മാൻ ആൻഡ് ഡാഷ് ബെയർ. വൺ ഡേ ഡാഷ് ബെയർ കിൽഡ് ഡാഷ് മാൻ അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? എന്താണ് ഉത്തരം? മൈ മദർ ടോൾഡ് മീ ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഇത് ഫസ്റ്റിൽ വരുന്നതാണ്, ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അല്ലേ, എബൌട്ട് എ മാൻ ആൻഡ് എ ബെയർ അല്ലേ. പിന്നെ നോക്കുക, വൺ ഡേ ഡാഷ് ബെയർ കിൽഡ് ഡാഷ് മാൻ. അപ്പോൾ ഇത് ബെയർ എന്നില്ല റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. റിപ്പീറ്റ് ചെയ്തുമ്പോൾ നമുക്ക് പരിചയമുള്ള സാധനം, അപ്പോൾ പർട്ടിക്കുലർ ആർട്ടിക്കിൾ ഉപയോഗിക്കണം ഇതാന്നില്ല. അതുപോലെ തന്നെ ഇവിടെയും ഇതാന്നില്ല, ദ മാൻ കേട്ടോ. അപ്പോൾ ഇതാണ് പിന്നെ ആർട്ടിക്കിളിലെ അല്ലേ നമ്മൾ ചെയ്യുന്ന ലാസ്റ്റ് ഐറ്റം. ഓക്കെ, അപ്പോൾ ലെറ്റസ് കൺക്ലൂഡ് ഹിയർ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ അമർത്തുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ, ആൾ ദി ബെസ്റ്റ്.